ഇന്നത്തെ വീഡിയോ നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെ കോളിഫ്ലവർ പൊരി ഉണ്ടാക്കാൻ നോക്കാം. കോളിഫ്ലവർ നല്ല വൃത്തിയായി അടർത്തിയെടുക്കാം. വൃത്തിയാക്കിയ കോളിഫ്ലവറിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിയ കോളിഫ്ലവർ അല്ലാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കും. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കോളിഫ്ലവർ അങ്ങനെ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കോൺഫ്ലവർ പൊടി, അരിപ്പൊടി, ഗരം മസാല ഇവയൊക്കെ ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഉപ്പ് വേണമെങ്കിൽ പാകത്തിന് ചേർക്കാം. ഞാൻ കോളിഫ്ലവറിൽ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടുകൊണ്ടാണ് ഇതിൽ ഉപ്പ് ചേർക്കാത്തത്. നല്ലോണം അങ്ങനെ മിക്സാക്കി കൊടുക്കാം. ശേഷം നമ്മുടെ വെന്ത കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും നല്ലോണം മിക്സാക്കാം. മസാലയൊക്കെ ഒന്ന് ഏകദേശം പിടിച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം തളിച്ച് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഏകദേശം നല്ലൊരു പരുവത്തിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി ചട്ടി വെച്ചു. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ പതിയെ ഇട്ടു. നമ്മുടെ കോളിഫ്ലവർ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കോളിഫ്ലവർ അങ്ങനെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.